guys, I'm back. Big Boss season 7 episode 10 reaction. ഇരട്ടപ്പെട്ടതാ അല്ല ബിഗ് ബോസ് കോസ്റ്റ്യൂം ഇട്ടതാ. ഇവർക്കൊരു എനർജി ഇല്ലല്ലോ ബിഗ് ബോസ്. ഇത് കണ്ടിട്ട് നമ്മുടെ എനർജി കൂടി പോവും. അവിടെ വന്നെങ്കിൽ ഡാൻസ് കളിക്ക്. On the floor baby, rock the party baby. On the floor baby, rock the party baby. Hit it hard baby. ഡാൻസിന് നാവും. ഞാനും അവളും കൂടെ കിടന്ന് ഉറങ്ങായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിടി അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് കിടന്ന് അവനാ കിടന്നാതോ എന്റെ അടുത്ത് ശരിക്കും എനിക്ക് 2 ചേച്ചിമാരുടെ സ്നേഹം വേണം. അയ്യേ വൃത്തികെട്ടവൻ. അവന് സ്നേഹം വേണം പോലും. അവനൊരു തക്കാളി കള്ളനാ. അതുകൊള്ളാം. അത് തുറന്നിട്ട് പോയി. അതിനുശേഷം നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് എത്തി നോക്കാം. അവിടെ അതാ നമ്മുടെ അനീഷും ജിസലിന് അടി. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ പലതും പറയാൻ പറ്റും. ചമ്മി 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 സരിക ചേച്ചി തമ്മി. നിങ്ങളെ അപ്പാനി നീ പ്രതികരിക്കും. മുത്താരും കൂടെ ചോദിക്കണം, നീ പ്രതികരിക്കണോ? എന്നെ മാത്രം നോക്കിക്കാനായിട്ട് അതെ, ഇത് അനീഷിന്റെ വീടൊന്നല്ലല്ലോ, ബിഗ് ബോസ് വീടല്ലേ. ഞങ്ങൾ പറയും ഞങ്ങളുടെ ടീമിന്റെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നമായി. ആഭ്യന്തര ചർച്ച. അവന്റെ ഡോർ അടയ്ക്കാത്തത് കൊള്ളാം. പ്രശ്നം തുടങ്ങിയിരുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറ. എവിടുന്ന ഈ പ്രശ്നം തുടങ്ങി? അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയരുത്. ഇയാളുടെ വായിൽ കുറച്ച് റബ്ബർ പാൽ ഉരുക്കി ഒഴിച്ചാൽ പറഞ്ഞു തന്നെ പിന്നെ പിന്നെ പറഞ്ഞിരിക്കാൻ തനിക്ക് വായിക്ക്. ഒരാള് ഷാനവാസ് വന്നിട്ട് നീ കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ അനീഷ്, അതിനോട് പ്രസക്തി ഇല്ല. നടനം ആടേണ്ട ആവശ്യമില്ല. താണ്ഡവമല്ല, ആറാം തമ്പുരാൻ. അപ്പതേ അവിടെ രണ്ടുപേരും താണ്ഡവം ആടുന്നു. അതെ, അരിക്കൊമ്പനല്ലേ ഇവൻ, അനീഷ് കൊമ്പൻ. എന്റെ ബിഗ് ബോസ് വിശക്കുന്നുണ്ടെങ്കിൽ വായു ഭക്ഷിച്ചോ, അതാ നല്ലത്. ബിന്നി ബി ലൈക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു? വായു തരാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കിച്ചണിൽ കയറ്റിയേക്കുന്നത്. അത് ബിന്നി സ്കോർഡ്. ബിന്നി സുമവാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആ ക്യാപ്റ്റൻ എന്നാണ്. അയ്യോ ക്യാപ്റ്റൻ ആയോണ്ടല്ല വഴക്കുണ്ടാക്കണേ, പുള്ളിയുടെ നേച്ചർ അതാ. വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ വാ പൊട്ടിട്ട് മിണ്ടാണ്ടിരിക്കാം. ഇവനാരാ നാട്ടുരാജാവ്? അക്ബർ സൈലന്റ് ആയല്ലോ. കിച്ചൺ ടീം സംസാരിച്ചു തന്നെ ചെയ്യുള്ളൂ. അക്ബർ ഞാൻ പെടും ഇടപെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടാ നമ്മൾ അക്ബർ സൈലന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഇടപെടുന്നത്. ഒനീല് എന്നാ ഞാനൊന്ന് ഇടപെടട്ടെ. എന്റെ പൊന്നും ചേട്ടാ, ഈ തരം ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ ബിഗ് ബോസ് വീട്ടില്? ആര്യൻ മാസടിക്കാം. ചമ്മി. ഞാൻ നിന്നെ പോലല്ല. രേണുസുതി ഹായ്, സൂപ്പർ ഷോ. എന്തിനാ പുറത്തൊക്കെ പോകുന്നത്? ഇവിടെ ഇരുന്നത് കണ്ടാ പോരെ. ഹായ് നല്ല രസം. അടികൊണ്ടേ അടികൊട്. ഓ മൈ ഗോഡ്, തെറി വിളിച്ചു. യോ തെറി വിളിച്ചു. ഞാൻ പറയട്ടെ ഏത് തെറി വിളിച്ചെന്ന്? മുടിയുടെ തമിഴല്ലേ? തീർന്നാ ഈശോയെ, അക്ബർ തീർന്നു നീയും പറയണേ. എന്നാലും എന്തായിരിക്കും വിളിച്ചേ? ഞാൻ ഉദ്ദേശിച്ച തന്നെയാണ്. അക്ബർ വില തീരാൻ ഞാൻ എന്താ ടാങ്കിലെ വെള്ളം എന്നെ വിളിച്ചിട്ട് നീ ഇവിടെ നിക്കോന്ന് ഞാൻ നോക്കും. കാണും. ബിഗ് ബോസ് ഒരു തേങ്ങയും ചെയ്യാൻ പോളെ. നിങ്ങൾ വെറുതെ വായിട്ടടക്കേണ്ട, അവിടെ മാറി. നീ എന്തിനാ ഇപ്പൊ ഇവിടെ? അപ്പാനി അങ്കമാലി ഡയറീസ് അങ്ങോട്ട് വീട്ടില്. ഇത് ബിൻസിയുടെ സ്റ്റൈലാണ്. വീട്ടില് ഷാനവാസ് നീ അല്ലടാ അയൽക്കൂട്ടം. ശരത്ത് ഞാൻ എപ്പോഴാണ് അയൽക്കൂട്ടം? ലാലേട്ടൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞ എന്നാ നീ അയൽക്കൂട്ടം. ഇങ്ങനെ ന്യൂട്രൽ ആവണ്ട, അവന് ഇടപെടാറുന്നല്ലോ. അഭിഷേക് നീ ഇടപെടാടാ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടി ചീത്ത പേരുണ്ടാക്കാനുള്ളൂ. കുരുപൊട്ടിപ്പോ എനിക്ക് നിന്നെ അവന്മാരെല്ലാം പൊട്ടിയാ. എന്നാലും ഏത് കുരു ആയിരിക്കും എന്നെ പൊട്ടിയേ? ഇനി ആ കുരു എങ്ങാനും. എനിക്ക് ഷാനവാസിനെ ഒനിയിലൊന്നും എനിക്ക് പേടിയില്ല. ആരെയാ നിനക്ക് പേടി? അവന്റെ മുമ്പിൽ നിന്ന് ഒരു ചായ കുടിക്കണം എനിക്ക്. അതിന് ചായപ്പൊടി ഉണ്ടാ ചായ ഇട്ട് കുടിക്കാൻ? ബിന്നി ബി ലൈക്ക് ഇവിടെ ഒരു ലവ് ട്രാക്ക് ഞാൻ മണക്കുന്നുണ്ട് അനുവും ആര്യനും തമ്മില്. അതെ, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്കൊക്കെ പോണോ ശിവൻകുട്ടി? നിങ്ങളൊരു നോട്ടൊക്കെ നോക്കിയല്ലോ. ഇൻ കേസ് അനുവും ആര്യനും റിലേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ കപ്പിളിന് എന്ത് പേരിടും? അനാർന്ന. നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളല്ല. അനാറ്. മിഡ് വീക്ക് സസ്പെൻഷൻ ആണ്. ഓ, അപ്പൊ മിഡ് വീക്ക് എവിക്ഷൻ അല്ല, അതൊരു സസ്പെൻഷൻ ആണ്. ടാസ്കുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത് മിഡ് വീക്കില് രണ്ടുപേരെ പുറത്താക്കും. അത് പല ടസ്കിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പുറത്താക്കുക. ഈ പുറത്താക്കുന്നവർ രണ്ടുപേരുടെ 500 പോയിന്റ് വെച്ച് 1000 ലക്ഷറി പോയിന്റ് ഹൗസ് മേറ്റ്സിന് കിട്ടും. ഈ പുറത്താക്കുന്നവർ എന്ത് ചെയ്യണം? അവർ പുറത്ത് പോയിട്ട് ഏകാന്തവാസം അനുഭവിക്കണം. ഇവരെന്താ രാമൻ ഡെഡ് സോണിൽ പാർപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷനിൽ പെട്ടവര് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം വീക്കെൻഡ് എവിക്ഷനിൽ എന്തായാലും പുറത്തു പോകും, മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോയില്ലോ. ബിഗ് ബോസ് ഞങ്ങൾ അതിപ്പോ ബിഗ് ബോസ് പറഞ്ഞു ഇങ്ങനെയുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ
ഓരോരുത്തർക്കും 2 പേര് വെച്ച് എടുക്കാം, അതായത് മിഡ് വീക്ക് എവിക്ഷനിലുള്ള ആൾക്കാർക്ക്. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം ജിസൽ ഇട്ട ഉടുപ്പിനെ പറ്റിയുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നി ജിസൽ എന്താണ് ഇങ്ങനെ. ഓക്കേ, ടോപ്പ് കീറിപ്പോയി. കീറിയതോ കീറിച്ചതോ? ഇതെന്റെ ലോഞ്ചറി ബാഗിൽ ഓക്കെ ജിസല് അതൊക്കെ എനിക്ക് കിട്ടി. കുറെ കുശുമ്പാണ്. കുശുമ്പല്ല. അതെ, ഇത് കുശുമ്പ് തന്നെ ജിസല്. ഹൈറ്റ് ഒക്കെ വെയിറ്റ് ഒക്കെ ഉണ്ട്, നിന്റെ പോലെ ചെറുതല്ല. ഹൈറ്റും വെയിറ്റ് ഉണ്ടെങ്കിൽ എന്താ ഉടുപ്പ് കീറി പോവോ? പറയേണ്ട ആവശ്യമില്ല. ജിസലെ മോശം എന്ന് പറഞ്ഞാൽ പോരാ, മോശം 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 മോശം. ഇങ്ങനത്തെ പ്രസ്താവനയൊന്നും ജിസലിന്റെ വായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ. മലയാളം അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. അയ്യോ, സൂപ്പർ ഗേൾ എങ്ങോട്ടാ പറന്നു പോകുന്നേ, അല്ല കരഞ്ഞു പോകുന്നേ. ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്തിരിക്കുന്ന കർട്ടനിലുള്ള ധോനി. ഞാൻ എന്ത് ചെയ്തടാ സാമദ്രോഹികളെ, എന്നെ കാണിച്ച് ചിരിപ്പിക്കാൻ. ധോനി ഒരാളകത്ത് കരയുമ്പോഴാണോ താൻ ചിരിച്ചിരിക്കുന്നേ? ആ കരച്ചിലിന് കണ്ണീര് വരുന്നില്ല. അനൂപിയിലേക്ക് 2 പേര് വന്നിട്ടുള്ളൂ. എല്ലാരും പോ. എല്ലാരും വന്നു കരയാം. എന്റെ പക്കത്തിന് എത്ര പേര് ഇറക്കി വിട്ടിട്ട് അറിയാം ചേട്ടന്. ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എന്റെ പൊന്നാനോ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഭംഗിയില്ലല്ലോ. അറ്റാക്ക് ചെയ്യാൻ ഇതെന്താ ജിസലെ, ഇന്ത്യ പാകിസ്ഥാൻ വാറാ? ബിഗ് ബോസ് എനിക്ക് ഒരു ഔട്ട്ഫിറ്റ് ബിഗ് ബോസ് എന്ത് ഉദ്ദേശിച്ചെന്ന് അറിയോ ജിസലെ? കീറിയിട് ഇതങ്ങോട്ടെ. എന്റെ പൊന്നു ഇത് കഴിഞ്ഞില്ലേ? അങ്ങനെ തിരിഞ്ഞാ കരച്ചില്ല, ഇങ്ങനെ തിരിഞ്ഞാ കരച്ചില്ല. ഞാൻ എന്താ കരയില്ലെന്ന് വാക്ക് കൊടുത്തിട്ടാ പോകുന്നത്. കരച്ചില്ല എന്നിട്ട് 5 എന്താണ് മോളെ? എനിക്ക് ഒരു കള്ളത്തരവില്ല. ഇവൻ ക്യൂട്ട്നെസ് വാരി എറിയണ്ടിട്ടാ. കുടിച്ചോക്കെ തക്കാളി കള്ളൻ. ഇനി ഇത് എന്റെ തലയിലാവോ? എന്തായാലും ഇവന്റെ കൂടി ഇരുന്ന കണ്ടന്റ് കിട്ടും. ഇവിടെ ഇരുന്ന് കുറച്ച് തക്കാളി അടിച്ച് മാറ്റി തിന്നാം. അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കുമല്ലോ. ആ ബെസ്റ്റ് മര്യാദയ്ക്ക് അവിടെ താഴെ നിന്ന് ആരും ശ്രദ്ധിക്കില്ല. ഇത് കർട്ടനിട്ട് മൂടിയാണ്, അപ്പൊ ആരും ശ്രദ്ധിക്കില്ല. ഒരു ഡൗട്ടും തോന്നില്ല. അത് കഴിഞ്ഞ് മിഡ് വീക്ക് എവിക്ഷന്റെ ടാസ്ക് ആയിരുന്നു. അപ്പൊ മറ്റവരൊക്കെ സെലക്ട് ചെയ്ത 2 പേര് വെച്ച് ഒരു മത്സരമുണ്ട്. മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഡിന്റെ പിറ്റ് ഉണ്ട്, അതിൽ കുറെ കോയിൻസ് കിടക്കുന്നുണ്ടാവും. ഈ കോയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കളർ വെള്ളം ഉണ്ടാവും. കളർ വെള്ളത്തിൽ കിടക്കുന്ന താക്കോലുകൾ എടുത്ത് പെട്ടി തുറന്ന് പെട്ടിയിലെ സേഫ്റ്റി ഉപകരണങ്ങളെല്ലാം ധരിച്ച ശേഷം മഡ്പിറ്റിൽ ഇറങ്ങി കോയിൻ കളക്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടും. കുറവ് കളക്ട് ചെയ്യുന്നവർക്ക് കുറവ് കിട്ടും. ദൈവമേ, അപ്പാനിയും മനീഷും കൂടി കെട്ടിപ്പിടിക്കുന്നു. അപ്പീല് ചവിട്ടിയാലേ ബിഗ് ബോസ് ബി ലൈക്ക് എന്റെ 32 ഇഞ്ചിന്റെ LED ടിവിയിൽ ആരാടാ ചെളി തെറിപ്പിച്ചേ? സോറി 32 അല്ല 55 ആണ്. ഇറങ്ങടാനെ ഇതിനെ അതിൽ കിടന്ന് ഉറങ്ങാണ്ട്. അത് കഴിഞ്ഞപ്പോ ബിന്നിയുടെ മേത്തേക്കോ ആരുടെ മേത്തേക്കോ ആര്യം ചെളി തെറിപ്പിച്ചതിന് അടി. ഞാൻ വിചാരിച്ചിട്ട് ഇവര് ചെളി തെറിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനാ പോയി നിൽക്കാൻ പോയേ? അയ്യാ സോറി, നേരത്തെ ചെളി തെറിപ്പിച്ച സോറി. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നമ്മുടെ ലെന ഫാത്തിമയ്ക്ക് കിട്ടി 6 പോയിന്റ്, സരികയ്ക്ക് 5 പോയിന്റ് കിട്ടി, രേണുസുതിക്ക് 4 പോയിന്റ്, ഒനീലിന് 3 പോയിന്റ്, ശാരിക കേബിക്ക് 2 പോയിന്റ്, അനീഷിന് 1 പോയിന്റ്. എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ താല്പര്യമേ ഇല്ല. അപ്പൊ നമ്മുടെ അനീഷേട്ടന് കല്യാണം കഴിക്കാനേ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചോദിച്ചു അനീഷേട്ടന്റെ പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ എന്റെ പുറകെ നടന്നിട്ട് ഞാൻ റിജക്ട് ചെയ്ത ആളെന്തോ സ്വപ്നം കണ്ടിട്ടാന്ന് തോന്നിട്ടാ. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കാരണം ഇത്രയും ഗതികെട്ട പെൺപിള്ളേർ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താൻ ആ പുള്ളിയെ കുറിച്ച് കണ്ടത്ര നല്ലൊരു യുവ. എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഈ കണ്ണട വെച്ച് ലാസ്റ്റ് കണ്ണ് ഓപ്പറേഷൻ കൊണ്ടുവരുമോ? വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോ കണ്ണ് ഇങ്ങനെ ഇരിക്കും. എന്താ ലാലേട്ടൻ ഇടത്തേക്ക് മാറി കണ്ണാണ് പറ്റുള്ള. എന്നെ ഇൻസ്പിറേഷൻ ആക്കി മുന്നോട്ട് വരാൻ കൊതിക്കുന്ന ഒരുപാട് വിധവകളും. ഈ ചേച്ചി ഇന്റർവ്യൂവിൽ ഇരുന്ന് രേണുസുതിനെ കുറ്റം പറഞ്ഞ ആളല്ലേ? ഇപ്പൊ എന്താ സ്നേഹം? പെൺകുട്ടികളുമുണ്ട്, സിംഗിൾ മദേഴ്സ് അല്ലെങ്കിൽ നോർമൽ. എടി ഡബിൾ സ്റ്റാൻഡ് ശാരിക കേബി ക്ഷമ ചോദിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി നമ്മുടെ രേണു ചേച്ചിനോട് ക്ഷമ ചോദിക്കാൻ, സെറ്റ് ടാങ്ക് എന്ന് വിളിച്ചതിന്റെ ക്ഷമ ചോദിക്കാൻ വേണ്ടി അക്ബർ ലവ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ചപ്പാത്തിയിലും സ്നേഹമോ? രേണു ചേച്ചി മനസ്സിൽ പോടാ അവന്റെ ഉണക്ക ചപ്പാത്തി കൊണ്ടുവന്ന് എന്നെ കറക്കാൻ നോക്കണം. ഭക്ഷണത്തോട് നമ്മൾ ഒരിക്കലും ഇത് കാണിക്കരുത്. പക്ഷെ ഞാൻ ഇത് രേണു ചേച്ചി ബി ലൈക്ക് ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്നാൽ ഞാൻ അവനോട് ക്ഷമിച്ചു എന്നാവും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യും. പക്ഷെ അല്ല, ഭക്ഷണത്തോട് ഒരിക്കലും വിശന്നിരിക്കായിരുന്നു ഇങ്ങോട്ട് ഇട്ടേക്ക്, ഇത് വേസ്റ്റ് പ്ലേറ്റാ. എത്ര പാട്ടുപാടി. നീ പാട്ടുപാടി നടക്കത്തുള്ളൂ. രേണു ചേച്ചി ക്ഷമിക്കൊന്നുമില്ല. അതേപോലെ തിന്ന പ്ലേറ്റ് എല്ലാവരും സ്വന്തമായിട്ട് കഴുകി വെച്ചാൽ അതിപ്പോ നെവിന്റെ അടുത്ത പരിപാടി അവനവന്റെ പാത്രം അവനവൻ തന്നെ കഴുകണം. അതായത് അവനവന്റെ മുണ്ടും ഷർട്ടും ചെട്ടിയും അവനവനും കഴുകണം എന്നുള്ള പോലെ. കുടിച്ചൊരു കപ്പെങ്കിലും ഇന്ന് വരെ കഴുകിയിട്ടുണ്ടോ? സംഭവം നെവിൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എന്റെ സംശയം നെവിനെ കഴിഞ്ഞ ആഴ്ച നീ കഴുകിയായിരുന്നോ? അതില്ല. ഇറങ്ങി പോടാ. എന്റെ ഒരാള് പണി ഓർക്കാൻ നോക്കുമ്പോഴാണോ ഷാനവാസിക്ക
പണി കൂട്ടി തരുന്നേ. എനിക്കൊരു ലോയർ ആകണമെന്നായിരുന്നു ആഗ്രഹം എന്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് നമ്മുടെ സരിക കെബിയുടെ കഥ ജീവിത കഥയായിരുന്നു. ഒരു ബൗൾ ഇരിക്കുന്നുണ്ട്, ബൗളിൽ നിന്ന് എടുക്കുന്ന നോട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിനെ പറ്റി പറയുക. 4000 രൂപ സാലറിക്കാണ് ഞാൻ ആദ്യം. പിന്നെ ഇവരുടെ പേഴ്സണൽ കഥകളെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ അധികം താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ബാക്കി കേട്ടോ. BB7ന്റെ വിന്നർ ആയിട്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ തരാം. 1985. അത്രയും പ്രായമുള്ളൂ. അപ്പൊ കൂട്ടുകാരെ നമുക്കൊരു കഥ കേൾക്കാം. ശാരിക കെബി കഴിഞ്ഞപ്പോ പിന്നെ വന്നത് രേണു ചേച്ചിയുടെ കഥയായിരുന്നു. അച്ഛനെ പറ്റി പറയാനാണ് ബിഗ് ബോസിന്റെ ലോട്ട് കിട്ടിയത്. പപ്പയുടെ പേര് തങ്കച്ചൻ, കമ്പി കെട്ടും. പപ്പ അങ്ങനെ എനിക്ക് തോന്നുന്നു അനിമൽ സിനിമയിൽ റൺബീറിന് ശേഷം ഏറ്റവും കൂടുതൽ പപ്പ എന്ന് വിളിച്ചത് രേണു ചേച്ചിയാന്ന് തോന്നുന്നു. ഈ ഇതിൽ രേണു ചേച്ചി എത്ര പപ്പ എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് ഞാനൊരു കുഴിമന്തി വാങ്ങിച്ചു തരും. അവ തന്നെയാണ് എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട അക്ബറും ശരത്തും എന്റെ പൊന്നോ എന്തിനു ബോറ് കഥയുടെ ഒന്ന് നിർത്തും ബിഗ് ബോസ്. എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ബാംഗ്ലൂരിൽ പോകാലോ എന്നുള്ള. ബാംഗ്ലൂർ എന്തിനാ പോണേ? എന്റെ മോള് കൊണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങ് ഞാൻ ഓർത്താ ആദിലാനൂറ ഉറക്കം മഞ്ഞ് പുല്ലൊന്ന് നിർത്ത്. അമ്മ അതേ ഒനീലിന്റെ കഥയായിരുന്നു. ഒനീലിന് കിട്ടിയത് മോമിനെയാണ്. മോമ്മ എന്ന് പറഞ്ഞു ഒനീല് ഇങ്ങനെ ഇരുന്നു. എന്താ മോനെ പ്രാർത്ഥിക്കണേ? ഓ കരയായിരുന്നു, അറിയില്ല. കരയാതെ കാര്യം പറ മുത്തേ, സമയം പോണ്. രേണു ഉറങ്ങി. അത് കഴിഞ്ഞ് കഥ കേട്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. അപ്പൊ ജിസലിന്റെ എന്തോ സാധനം കാണില്ല. ഫേസ് വാഷ് ഫേസ് വാഷ് ആരും അടിച്ചു മാറ്റി. പിന്നെ നിന്റെ ഫേസ് വാഷ് എടുക്കലാണല്ലോ എന്റെ പരിപാടി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.